1923 ലിവർപൂൾ അതിരൂപത ലൂർദിലേക്ക് നടത്തിയ ആദ്യ ഔദ്യോഗിക തീർത്ഥാടനത്തിൽ രോഗബാധിതനായ ജോൺ ജാക്ക് ട്രെയ്നർ പങ്കെടുത്തിരുന്നു. ഈ തീർത്ഥാടനത്തിനിടയിലാണ് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചത്. അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളും അത്ഭുതമെന്ന് ഏറ്റുപറഞ്ഞപ്പോഴും വിഷയത്തിൽ രൂപത ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. സഭയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി വിശദമായ പഠനത്തിനൊടുവിലാണ് അത്ഭുതങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. 2023 ലിവർപൂൾ അതിരൂപത ലൂർദിലേക്ക് നടത്തിയ ശതാബ്ദി തീർത്ഥാടനത്തിൽ വെച്ച് ലൂർദിലെ മെഡിക്കൽ നിരീക്ഷക കാര്യാലയത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ അലസാൻഡ്രോ ഡെ ഫ്രാൻസിസ് ലൂർദിലെ ഇന്റർനാഷണൽ മെഡിക്കൽ കമ്മിറ്റിയിലെ ഇംഗ്ലീഷ് മെമ്പറായ ഡോക്ടർ കീറൻ മോറിയാർട്ടിയോട് ട്രെയ്നറുടെ ഫയൽ അവലോകനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. BDMന്റെ അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ വാലിറ്റിന്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു പരാമർശം മോറിയാർട്ടി ഫയലിൽ നിന്നും കണ്ടെത്തി. 1926 ഡിസംബറിൽ ജേണൽ ഡൈഡി ഡാഗ്രറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടായിരുന്നു അത്. അതേ വർഷം തന്നെ ഡോക്ടർ അസുറുഡിയ, ഡോക്ടർ മാർലി, ഡോക്ടർ ഫീൻ എന്നീ ഡോക്ടർമാരോടൊപ്പം ഡോക്ടർ വാലറ്റ് ട്രെയ്നറെ പരിശോധിച്ചിരുന്നു. 1923 ലിവർപൂളിൽ വെച്ച് സൗഖ്യത്തിനു മുമ്പും ട്രെയ്നറെ ഇവർ പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ലൂർദ് രൂപതാ മെത്രാൻ മോൺസിനൂർ ജീൻ മാർക്ക് മെക്കാസ് വഴി ലിവർപൂൾ അതിരൂപതയ്ക്ക് അയക്കുകയായിരുന്നു. ട്രെയ്നറുടേത് ഒരു അത്ഭുത രോഗശാന്തിയാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ അതിലുണ്ടായിരുന്നു. തുടർന്ന് ഡോക്ടർ മോറിയാർട്ടിയെയും ഡോക്ടർ ഫ്രാൻസിസിനെയും സാക്ഷികളാക്കിക്കൊണ്ട് ലിവർപൂൾ മെത്രാപ്പൊലിത്ത കാനോനിക്കൽ കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന്റെ പഠനഫലങ്ങളുടെ അന്തിമഘട്ടമായാണ് അത്ഭുത സൗഖ്യത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരിക്കുന്നത്. ജൂബിലി വർഷത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് 2025 ഫെബ്രുവരിയിൽ ക്രൈസ്റ്റ് ദ കിങ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിൽ വെച്ച് അതിരൂപതയുടെ ചരിത്രത്തിലെ ഈ സുപ്രധാന നിമിഷം ആഘോഷിക്കുമെന്നും മെത്രാപ്പൊലിത്ത അറിയിച്ചിട്ടുണ്ട്. ലൂർദിൽ 10,000-കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സഭ ഔദ്യോഗിക പഠനം നടത്തി അംഗീകരിച്ച് പ്രഖ്യാപിച്ച 71ാമത്തെ അത്ഭുതമാണിത്. വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് ഒരു അത്ഭുതത്തിന് സഭ അംഗീകാരം നൽകുന്നത്. ചർച്ച് ഡെസ്ക്, ഷിഗ്നായ് ന്യൂസ്.